തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ഓഫീസ് ആക്രമണത്തിലെ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധം. കെ.എസ്.ഇ.ബി. ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജ്മലിന്റെ പിതാവും മാതാവും കെ.എസ്.ഇ.ബി. ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. അതിനിടെ പിതാവ് യു.സി. റസാഖ് കുഴഞ്ഞു വീണു. യു.പി. മോഡൽ പ്രതികാര നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചു. അജ്മൽ കെ.എസ്.ഇ.ബി. ഓഫീസിനകത്ത് കയറി അതിക്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെ അക്രമം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അജ്മലിന്റെ ഉപ്പയുടെ പേരിലുള്ള വീട്ടിലെ കണക്ഷൻ വൈദ്യുതി അവകാശത്തെ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഒരു കെ.എസ്.ഇ.ബിക്കും ഇല്ല. യു.പിയിലൊക്കെ യോഗി നടപ്പിലാക്കുന്ന രീതിയിലുള്ള പ്രതികാര നടപടിയുമായിട്ടാണ് കെ.എസ്.ഇ.ബി. ഇവിടെ മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരാൾ എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഏത് തരത്തിലുള്ള നടപടിയാണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയപരവുമായും നിയമപരമായും ഈ വിഷയത്തെ നേരിടാനാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അത് അനുബന്ധ സമര പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കെ.എസ്.ഇ.ബി. കടക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടെ എന്തൊക്കെ സംഭവിച്ചു? വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കെ.എസ്.ഇ.ബി. തയ്യാറാകുന്നുണ്ടോ? കെ.സി.ബിയുടെ തിരുവമ്പാടിയുടെ ഓഫീസിൽ അതിക്രമം നടത്തി രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തിരുവമ്പാടി മണ്ഡലം ഭാരവാഹിയായ ഒരു അജ്മലിനെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഷഹദാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവിടെ ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ PDPP ആക്ട് അടക്കം ചുമത്തി രണ്ടുപേരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പോലീസ് നടപടികൾ കൃത്യമായി തന്നെ നടക്കുകയും ചെയ്തു. അതേസമയം ഒരു അസാധാരണമായ നടപടി ഉണ്ടായത്, ഈ അതിക്രമം കാണിച്ചതിന്റെ പേരിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ റദ്ദാക്കാൻ അല്ലെങ്കിൽ അത് വിച്ഛേദിക്കാൻ കെ.സി.ബി. ചെയർമാൻ ഉത്തരവിട്ടു എന്നുള്ളത് അസാധാരണമായ നടപടിയാണ് ഉണ്ടായത്. ഏതെങ്കിലും വൈദ്യുതി വകുപ്പിൻ്റെ ഏതെങ്കിലും വകുപ്പുകളുടെ അടിസ്ഥാനത്തിലല്ല, പകരം ചെയർമാൻ്റെ വിവേചനാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം തീരുമാനം ഉണ്ടായി എന്നാണ് കെ.എസ്.ഇ.ബിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ആദ്യമായാണ് അത്തരത്തിൽ ഒരു വീടിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ പേരിൽ ആ പ്രതിഷേധിച്ചയാളുടെ വീടിലെ വൈദ്യുതി വിച്ഛേദിച്ചത്. ഈ പിതാവിൻ്റെ പേരിലാണ്, ഈ അജ്മലിൻ്റെ പേരിലുമല്ല വൈദ്യുതി കണക്ഷൻ ഉള്ളത്. പിതാവ് യു.സി. റസാഖിൻ്റെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ ഉള്ളത്. ഈ യു.സി. റസാഖ് ഹൃദ്രോഗിയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. യു.സി. റസാഖും ഭാര്യയും രാത്രി ഇരുട്ടിലായതിനെ തുടർന്ന് അവിടെ നിന്ന് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കുറച്ചു നേരം പ്രതിഷേധിക്കുകയും തുടർന്ന് തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ഓഫീസിന് മുന്നിൽ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച് ഏറെ നേരം പ്രതിഷേധിച്ചതിനിടയിലാണ് യു.സി. റസാഖിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഇയാൾ അവിടെ കുഴഞ്ഞു വീണു. തുടർന്ന് നാട്ടുകാരും എല്ലാം കൂടി ചേർന്ന് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിലുള്ള യു.സി. റസാഖിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ആ ഒരു പൊതുവെ രോഗിയായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഷനും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. ഒരുപക്ഷെ ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വലിയ ഗുരുതരാവസ്ഥയോ അങ്ങനെയൊന്നുമല്ല. അതേസമയം ആശുപത്രിയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കാരണം കെ.സി.ബിയുടെ ഒരു നടപടിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവമ്പാടി മണ്ഡലം പ്രതികരിച്ചത് യു.പിയിലെ യോഗി ആദിത്യനാഥ് നടത്തുന്ന പോലൊരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ ഉണ്ടായത്. അതിൻ്റെ തുടർന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പിന്നെ കെ.സി.ബി. ഓഫീസിനുള്ളിൽ പ്രതിഷേധമില്ല, ഈ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ യു.സി. റസാഖും അജ്മലിൻ്റെ മാതാവ് മറിയുമെല്ലാം ഉള്ളത്. എന്തായാലും നാളെയും ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല യൂത്ത് കോൺഗ്രസും എല്ലാം ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുമെന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും കെ.സി.ബി. തയ്യാറായിട്ടില്ല. ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് രോഗിയായ ആളുടെ വീടാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. അവർ തന്നെ കെ.എസ്.ഇ. ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു. പ്രതിഷേധത്തിനിടെ അവർ കുഴഞ്ഞു വീണു. എന്നിട്ടും ഈ ഒരു നടപടിയിൽ നിന്ന് പിന്മാറുന്ന ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനമൊന്നും കെ.സി.ബിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഓഫീസിലെ അതിക്രമങ്ങൾ തടയാൻ കടുത്ത നടപടി തന്നെ വേണമെന്നൊരു നിലപാടിൽ തന്നെയാണ് കെ.സി.ബി. ചെയർമാനും വൈദ്യുതി മന്ത്രിയും ഉള്ളത്. അമൃത.